ഉണ്ടാവാറുണ്ട്. അതായത് സംസാരത്തില് വൈറൽ കണ്ടന്റുകൾ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പത്തെ കത്തി നിൽക്കുന്ന വിഷയത്തില് ഹേമ കമ്മിറ്റി വിഷയത്തില് നമ്മുടെ വയനാട് അത് വെള്ളമല്ലേ ആൾക്കാരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും എത്രയോ ആൾക്കാരെ എന്റെ ഉള്ളിൽപ്പെട്ടു. അവിടെ മരിച്ചവർക്കും വീട് ആർക്കൊന്നും തെറ്റായിട്ടില്ല, കാര്യങ്ങളൊന്നും തെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നിങ്ങൾക്ക് വേറെ കത്തിപ്പിടിക്കുന്ന വിഷയത ബാക്കിയുള്ളവരുടെ ഈ മരി ഇടിക്കാവുന്ന കഥകൾ അല്ലെ, അതിന്റെ പിന്നാലെ കാണുമ്പോ കത്തിപ്പിടുത്തം. ഒന്നെങ്കിൽ അത് സംസാരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് ഉണ്ടായോണ്ടായി. നമുക്ക് മാത്രം ഇല്ലാത്തതും അവർക്ക് മാത്രം ഉള്ളതായിട്ടുള്ള കാര്യമല്ലല്ലോ അല്ലേ. അത് ഒരൊറ്റ പ്രൊഫഷണലിന് മാത്രമുള്ള കാര്യമാണോ? അല്ലല്ലോ. അല്ല, പക്ഷെ ഈ കാണാൻ നല്ല ചെല്ലെന്നുള്ള പറഞ്ഞ പോലെ അല്ലേ, അതിനേക്കാളും വലിയ വിഷയമായിട്ടാണ് ഇത് തോന്നണം. ആണാ സിനിമയിലാവുമ്പോ എല്ലാവർക്കും കുറച്ചും കൂടി ഒരു അറിയുന്ന ആൾക്കാരാകുമ്പോ അത് പറയാനും സംസാരിക്കാനും കുറച്ചും കൂടി കൂടുതൽ വിഷയവും അല്ലേ. അല്ലാതെ ഇത് അതിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കാം. ആണോ? സിനിമയിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കമ്മീഷനാണെങ്കിലും അല്ലല്ലോ. നമ്മുടെ സൊസൈറ്റിയിലും ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യമല്ലേ അല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ലോ. അല്ല, അതിന്റെ കൂടെ കഴിഞ്ഞ ദിവസം ഷൈൻചേട്ടൻ ഒരു പ്രതികരണം നടത്തിയായിരുന്നു. അതായത് ഒരു കൈവീശി ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ സ്ത്രീകൾക്കുള്ളൂ. ശരിക്കും ആൺകുട്ടികൾക്ക് അത്ര ധൈര്യമുള്ളൂ. ഇവിടെ ഇക്കണ്ട ആൺകുട്ടികൾക്ക് ഇടയിൽ പെൺകുട്ടി ഇരിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് ധൈര്യമില്ലേ? ഇക്കണ്ട പെൺകുട്ടികൾക്ക് ഇടയിൽ ആൺകുട്ടി പോയിട്ട് ഇരിക്കുമോ? ഞാൻ എനിക്ക് വരെയാണ് അവരൊന്നും ചെയ്തിട്ടല്ല. നമുക്ക് അതിനുള്ള കട്ടില്ല. അപ്പൊ ഈ പെൺകുട്ടി ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ പെൺകുട്ടികളും എവിടെയാണ് ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ. പെൺകുട്ടികൾ വരണ്ടാകും നമ്മൾ പറയില്ല, അവര് വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നത്. പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം. അത് സ്കൂളിൽ എല്ലാ സ്കൂളും മിക്സഡാകണമെന്ന് പറയാൻ അതില്ലാത്തത് കൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടികളും വേർതിരിച്ചിരുത്തുന്നത് കൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് സംസാരിച്ച് ഇടപഴകി എന്ന് പറയുന്നത് കൊണ്ടുമാണ് ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവൻ അധിപനാവുമ്പോഴും എന്തിനെ അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലേ. ഇത് ആൺകുട്ടി പെൺകുട്ടി രണ്ട് വ്യക്തികൾ അല്ലേ. ഇവര് ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമില്ലല്ലോ. അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോഴുള്ള ചൂരൽപ്പടി നമ്മൾ അറിയണ്ടൊക്കെ കാഴ്ചക്കാരൻ കണ്ടിലാണ് പ്രശ്നം, മനസ്സിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ അല്ലേ. അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല. ആണിന് പെണ്ണിനെ അറിയാം, പെണ്ണിന് ആണിനെ അറിയാം. ഇത് ആണിന് പെണ്ണിനെ നോക്കാൻ പാടില്ല, പെണ്ണ് ആണിനെ നോക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞില്ല. ഒരാൾ ആദ്യം തന്നെ ചെയ്തു നോക്കുക. അങ്ങനെയല്ല, നീ ആ പഴം തിന്നെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പഴം തിന്നു. ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലോ പഴം തിന്നായിരുന്നോ? ഇതൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നമ്മുടെ ഇടയിൽ ആരും വിഷയ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും പറയില്ല. കാരണം എന്താ, അതൊക്കെ നമ്മൾ പറയാൻ പാടുമോ? ഇതെങ്ങനെ മാറ്റാം എന്നുള്ള വിചാരിച്ചിട്ടോ ഇതൊന്നും ഇനി ഒരിക്കലും ഒരാൾക്കാരെ ബാധിക്കരുതോ മോശമായിട്ട് പോകരുതോ എന്ന് വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും ഇവരെതിർക്കുന്നതും കത്തി രോഷാകുലരാകുന്നതും അല്ലേ. ഇത് വീണ്ടും ഉണ്ടാവണം, ഇതിൽ കൂടുതൽ ഉണ്ടാവണം വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സിന്റെ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ ഭരിക്കണവരെ പിടിച്ചിട്ട് കാര്യണ്ട. ഇതിന്റെ ഒക്കെ ഉത്ഭവത്തിൽ പോയി പിടിക്കണ്ടേ? അത് പിടിക്കാനുള്ള ആർക്കാ ധൈര്യമുള്ളത്? ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ ധൈര്യം? എന്നിട്ട് ഈ വലിയ പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുവോ? നിൽക്കണം താല്പര്യത്തോട് കൂടിയിട്ടാണ് ചെയ്യണമെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. ഇനിയിപ്പോ സ്ത്രീകൾക്ക്